കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്നലെ ഒരു ദിവസം നമ്മുടെ വ്ളോഗ് ഇല്ലായിരുന്നു, ഡെയിലി വ്ളോഗ് കേട്ടോ. അപ്പൊ ഇന്ന് വീണ്ടും നമ്മുടെ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ എൻ്റെ വീട്ടിലെ കാഴ്ചകളാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ അച്ചായിലെ കുളിക്കാൻ പോയിട്ടുണ്ട്. അച്ചായിക്ക് അമ്പലത്തിലേക്ക് വൈകുന്നേരം പോകാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അച്ചായിയെ വൈകുന്നേരം അമ്പലത്തിലേക്ക് വിടുന്ന തിരക്കാണ്. എല്ലാവരും വൈകുന്നേരം കട്ടൻ ചായയും കാര്യങ്ങളും എല്ലാം കുടിച്ച് അമ്മ കിച്ചണിലാണ്, അച്ചായിയാണ് ബാത്റൂമിൽ കുളിച്ചോണ്ടിരിക്കുന്നത്. ഇനി എന്റെ ബെഡും റൂമും എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വൃത്തിയാക്കണം കേട്ടോ. കട്ടിലൊന്ന് വൃത്തിയാക്കുന്ന പരിപാടിയാണേ. സംഭവം എന്ന് ചോദിച്ചാല് ചൂടായിരുന്നപ്പോഴത്തേക്ക് അയ്യോ ചൂട് കാരണം സഹിക്കാൻ വയ്യേന്നും പറഞ്ഞാണോ ഞങ്ങളാകട്ടാ. ഇപ്പഴേ നോക്കിക്കേ, കമ്പിളിയൊക്കെ ചൂടിയിട്ടാണ് ഇത്ര നേരം ഒന്ന് കിടക്കുന്നത്. ഉച്ചയ്ക്ക് പോലും നല്ല തണുപ്പായിരുന്നു, നല്ല മഴക്കോളായിരുന്നു ഇന്ന് കേട്ടോ. പക്ഷെ ഇത് മഴ അധികം പെയ്തില്ല, നല്ല തണുപ്പും മഴക്കോളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ കട്ടിലൊക്കെ വൃത്തിയാക്കുന്ന പരിപാടിയാണ്. തലാണകളൊക്കെ എടുത്ത് മാറ്റുക. എനിക്കാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് വേണം അച്ചായിയെ ക്ഷേത്രത്തിലേക്ക് വിടേണ്ടത് കേട്ടോ. നമ്മളെ കിടക്കുന്ന സ്ഥലങ്ങൾ എപ്പോഴും നല്ല വൃത്തിയായിരിക്കണം കേട്ടോ. കട്ടിലിന്റെ അടിയിലൊക്കെ നമ്മൾ ഒരു സാധനങ്ങളും വെക്കാൻ പാടില്ലേ. എന്തെങ്കിലുമൊക്കെ കയറി ഇരുന്നപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാ അതെ. അങ്ങനെ നമ്മുടെ ബെഡ്ഷീറ്റ് ഒക്കെ നല്ല രീതിയിൽ ഒന്ന് വിരിച്ചിട്ടുണ്ട്. ഇനി ഓരോ തലയെടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഇതുപോലൊരു തുണി ഇട്ട് കൊടുക്കാറുണ്ടേ. എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് അഴുക്കാവാതിരിക്കാൻ. ഇനി അച്ചായക്ക് അമ്പലത്തിലേക്ക് എന്താ പറയണ്ടേ, പോകാനായിട്ട് മേക്കപ്പ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ ഇനി തലയാണ പുറത്ത് വെക്കും കേട്ടോ. കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടിയാണേ. ചീപ്പാണത് അച്ചായുടെ. ഞങ്ങൾക്ക് 3 പേർക്ക് 3 ചീപ്പ് 3 സോപ്പൊക്കെയാണ് കേട്ടോ. ഒരാൾ യൂസ് ചെയ്യുന്ന ഒരാൾ യൂസ് ചെയ്യാറില്ല. പിന്നെ അച്ചായുടെ വാച്ചുണ്ട്, കണ്ണാടി, പിന്നെ ഒരു ഇടിവള, പിന്നെ ഇത് അച്ചായ ഈ മാലയാണ് ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്ന മാല കേട്ടോ. അപ്പൊ ആ മാല വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഹെഡ്സെറ്റ്, പിന്നെ പേന, പിന്നെ അച്ചായുടെ വണ്ടിയുടെ താക്കോല്, പേഴ്സ്, ഇത് ഫോണ്. അപ്പൊ ഇത്രയും കൂടെ ചേരുന്നതാണ് അച്ചായിയുടെ ഒരു മേക്കപ്പ് സെറ്റ് എന്ന് പറഞ്ഞാല്. കൂട്ടുകാരെ, എന്റെ അച്ചായി താന്റെ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് അമ്പലത്തിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അച്ചായി? എല്ലാ കൂട്ടുകാർക്കും തിരിഞ്ഞൊരു ഹായ് കൊടുത്തേക്കൂ. ആ, അപ്പൊ അച്ചായി ഓരോരോ അച്ചായിയുടെ ആഭരണങ്ങൾ എടുത്ത് ധരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിനകത്ത് പ്രധാന ആഭരണം എന്ന് പറഞ്ഞാൽ അച്ചായിയുടെ കണ്ണാടിയാണ്. കൂട്ടുകാരെ, അച്ചായി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ടാറ്റ നിങ്ങൾക്ക് പിന്നെ അച്ചായി ടാറ്റ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പം ഞാൻ നിങ്ങളടുത്ത് ഒരു വ്ളോഗിനകത്ത് പറഞ്ഞില്ലായിരുന്നോ നമുക്ക് മഴയൊക്കെ വരുമ്പോൾ നമ്മുടെ സ്കൂട്ടർ എടുത്ത് കാർ ഷെഡിൽ വെക്കണമെന്ന്. ഇപ്പം എന്തായാലും കാർ ഷെഡിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡിൽ ഇങ്ങനെ ഒതുക്കി വെച്ചാൽ ഇനി ഞാൻ പോയി ഗേറ്റ് തുറക്കട്ടെ. അപ്പം അച്ചായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ടാറ്റ. അച്ചായി ടാറ്റായി ഒക്കെ പറഞ്ഞു പോയി. ഇനി അച്ചായി ഏകദേശം ഒരു അമ്പലത്തിൽ നിന്ന് വരുമ്പോഴത്തേക്ക് 8:30 8:45 ആവും കേട്ടോ. അപ്പോൾ ഗേറ്റ് അടച്ചിട്ട് നമ്മുടെ വൈകുന്നേരത്തെ പണികൾ അങ്ങോട്ട് ആരംഭിക്കാൻ പോവുകയാണ് കേട്ടോ. ജോലിയാണ് കേട്ടോ. നോക്കാൻ വേണ്ടി അധികം ആരുമില്ല, 2 കിളികളേ ഉള്ളൂ. പക്ഷെ എൻ്റെ തെറ്റിക്കകത്ത് ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ ഈ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് ഈ ചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഓരോന്നിങ്ങനെ കിളിച്ച് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇങ്ങോട്ട് വന്നാൽ ഒന്നാതെ തെറ്റിക്ക് പാടാവും. അതുകൊണ്ട് ഞാൻ അതൊക്കെ നോക്കി അങ്ങ് പിച്ചിക്കളയും. അപ്പൊ കൂട്ടുകാരെ, ഇനി അടുത്ത അമ്മയുടെ ജോലി വൈകുന്നേരത്തെ എന്താണെന്ന് ചോദിച്ചാല് പെരക്കകം തൂപ്പ അല്ലേ അമ്മേ? പെര തൂക്കുക. ഇപ്പൊ സമയം എത്ര ആയെന്ന് ചോദിച്ചാൽ കൃത്യം 5:05 ആയിട്ടുണ്ടല്ലേ. പക്ഷേ പെട്ടെന്നാണ് വൈകുന്നേരം സമയം പോകുന്നത്. അത് മാത്രമല്ല, നമുക്ക് രാവിലത്തെയും ഉച്ചലത്തെയും കാട്ടിയും ജോലിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം ഉള്ളത്. ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് വൈകുന്നേരം എന്ന് പറയുമ്പോഴത്തേക്ക് അത്താഴം ഉണ്ടാക്കണം. അതാണ് പ്രധാന ഒരു ജോലി എന്ന് പറഞ്ഞാലേ.
അങ്ങനെ അമ്മ അവിടെ തൂത്തോണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് മറ്റേ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അമ്മ ഇതുപോലെ വൈകുന്നേരം എനിക്ക് വലിയ സഹായമാണ്. വൈകുന്നേരം അല്ല, രാവിലെ തുണി കഴുകുന്നതായാലും പിന്നെ പെര തൂക്കുന്നതായാലും ഇങ്ങനെ ഒരു അടുക്കളപ്പണിയിൽ ഓരോരോ സഹായത്തിന് ഇങ്ങനെ ഒരാൾ നമുക്കുള്ളത് നല്ല കാര്യമല്ലേ. ഒരാളും കൂടെ ഉള്ളപ്പം നമുക്കതൊരു വലിയ കാര്യമാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇവിടെ പെരക്കകം തൂക്കുന്നതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇൻ്റർലോക്ക് കൂടെ തൂക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് എന്താ ചെയ്യേണ്ടത്, നേരെ പെരക്കകം പോയി തൂത്തിട്ട് വന്നിട്ടല്ലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് എത്ര വയ്യെങ്കിലും ശരി, എനിക്ക് പെരക്കകം തൂക്കാതിരിക്കാനോ മുറ്റം തൂക്കാതിരിക്കാനും ഒന്നും എന്നെ കൊണ്ട് കഴിയത്തില്ല കേട്ടോ. എനിക്ക് എപ്പോഴും നമുക്ക് ആ വൃത്തി ഒരു ശീലമായി പോയാൽ ഉള്ളൊരു പ്രശ്നം അതാണ് കൂട്ടുകാരെ കേട്ടോ. എപ്പോഴും നമുക്ക് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കാൻ തോന്നും. അപ്പോൾ ദാണ്ടെ അടുത്ത് നമ്മുടെ ഗേറ്റിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ വലിയ ഇലകളെന്ന് പറയാൻ പ്ലാവിൻ്റെ ഇല അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ പുറത്ത് മുറ്റത്ത്. അപ്പോൾ അതെല്ലാം തൂത്ത് ഇൻ്റർലോക്ക് നമുക്ക് മഴ സമയമായ തൂക്കുന്നതാണ് പാട്. കാരണം നല്ല പൊടിയും അതും ഇതും ഒക്കെ കാണും. അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്ത് എടുത്ത് കഴിയുമ്പോൾ അതായത് ഞാൻ ഇൻ്റർലോക്ക് തൂക്കുന്ന വീഡിയോ നിങ്ങളെ ഓടിച്ച് കാണിക്കുന്ന കാര്യം ഇതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇത് കിണർ നിൽക്കുന്ന സൈഡാണ് കേട്ടോ. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ പോച്ച പിടിക്കുന്ന സ്ഥലമാണ്. ഞാൻ ഇവിടെ ഇങ്ങനെ പോച്ച ഇല്ലാതെ തെളിഞ്ഞ് കാണുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പോച്ചയായാലും ഞാൻ തൂത്തോണ്ടിരിക്കുന്ന സമയത്ത് അവന്മാരെ പറയത്തില്ലേ മുളയിലേ നുള്ളിക്കളയെന്ന് പറയത്തില്ല, അതുപോലെ ഞാനങ്ങ് നുള്ളി എടുക്കും കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു സൈഡിൽ അങ്ങനെ പോച്ചയൊന്നും കാണാത്ത. നമ്മുടെ വീടിൻ്റെ 4 സൈഡും നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന നല്ല രീതിയിൽ കാട് കണക്ക് പോച്ച കയറും. പക്ഷേ എന്നെക്കൊണ്ട് അതൊന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നൊരു വ്യക്തിയല്ല. എന്നെക്കൊണ്ട് എത്ര വയ്യെങ്കിലും ഞാൻ അതെല്ലാം ചെയ്യും. ഇനി നമ്മുടെ വീടിൻ്റെ അടുത്ത സൈഡിലേക്ക് വന്നേക്കോട്ടെ. ഇവിടെ സ്റ്റാർ ഫ്രൂട്ടൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ മഴക്കാലമൊക്കെ കാറ്റും ഒക്കെ ആയതുകൊണ്ട് കുറേ സ്റ്റാർ ഫ്രൂട്ടൊക്കെ ഇങ്ങനെ തറയിൽ പൊഴിഞ്ഞ് വീഴും കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ അതെല്ലാം പറക്കിക്കളയുവേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അയ്യോ, അപ്പോൾ അച്ചായി പോയ സമയം മുതൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം 5:45 പോകുന്നുണ്ട് കേട്ടോ. ഇത്രയും സമയം വരെ നമുക്ക് വീട് വൃത്തിയാക്കൽ പണിയായിരുന്നേ. അപ്പം നമ്മൾ ഈ മഴക്കാലവും കൂടെ ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ പരിസരമെല്ലാം നല്ല വൃത്തിയായിട്ട് ഇടണം കേട്ടോ. പോച്ചയൊന്നും ഇല്ലാതെയും ചപ്പ് ചവറുകളൊക്കെ ഇല്ലാതെയും വളരെ വൃത്തിയായിട്ട് പരിസരം ഇടണം. അല്ലെങ്കിലും ഞാൻ ഇടാറുണ്ട്. അപ്പം എല്ലായിടവും നമ്മുടെ ഗേറ്റിൻ്റെ വാതിൽ മുതൽ വീടിൻ്റെ എല്ലാ റൗണ്ടും തൂത്ത് വൃത്തിയാക്കി വരുമ്പോഴത്തേക്ക് സമയം ഇത്രയാവും. അപ്പം ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് കുളിക്കണം. ഇപ്പം അമ്മ കുളിക്കാൻ പോയിട്ടുണ്ട്. ഇതിൻ്റെ രാത്രിയിലേക്ക് നമുക്ക് ചപ്പാത്തിയാണ് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കണം, എല്ലാം കഴിക്കണം, കിടന്നുറങ്ങണം. അപ്പം ഇതൊക്കെയാണ് ഇന്ന് വൈകുന്നേരത്തെ പരിപാടികൾ കേട്ടോ. വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അപ്പം നമ്മുടെ ഒരു ഈവനിങ് ക്ലീനിങ് വ്ളോഗായിരുന്നേ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുതേ. വേറൊരു വ്ളോഗുമായിട്ട് വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.